പ്രധാനപ്പെട്ട ഒരു വാർത്ത കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ നേരിയ ഭൂചലനമുണ്ടായി. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഇന്ന് പുലർച്ചെ 1:35 ഭൂചലനവും ഒപ്പം അസാധാരണ ശബ്ദവും ഉണ്ടായത്. എന്നാൽ റിക്ടർ സ്കെയിലിൽ ഭൂചലന തോത് രേഖപ്പെടുത്തിയിട്ടില്ല. അറബിക്കടലിൽ ലക്ഷദ്വീപിന് പടിഞ്ഞാറേക്കുണ്ടായ ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനം കാരണം ആണ് ഇതെന്നും ആശങ്ക വേണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ബിരിക്കുളം, കൊട്ടമടൽ, പരപ്പ, ഒടയംചാൽ, ബളാൾ, കൊട്ടോടി ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. 15 സെക്കൻഡോളം സമയം അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ. ഇടിമുട്ടുന്ന പോലത്തെ ഒരു സൗണ്ടും പിന്നെ ഞങ്ങൾ ഞെട്ടി ഉണർന്ന് ഇത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാറ്റടിക്കുന്ന മാതിരി, കാറ്റ് കൊടുങ്കാറ്റടിക്കുന്ന മാതിരിയല്ല, ഒരു ഷൂന്നില്ല ഒരു സൗണ്ട്, ഒരു ഹോൾസ് എന്നല്ല ഇങ്ങനെ പുക വരുന്ന മാതിരിയുള്ള ഒരു സൗണ്ട് അതുണ്ടായത്. വീട്ടിലെ പാത്രങ്ങൾ ഉൾപ്പെടെ കുലുങ്ങിയതോടെ പലരും വീടിന്റെ പുറത്തേക്കിറങ്ങി. പുറമേ നിന്ന് എന്തോ സംഭവിക്കുന്നുണ്ട് ഒച്ച തോന്നുന്നുണ്ട്. ഉണ്ടല്ലോ ചെറിയൊരു അനക്കം, ഒരൊച്ചയും. ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കെല്ലാം പഴയ പോലെയായി. മാലോം, നർക്കിലക്കാട്, പരപ്പ, പാലംകല്ല് ഭാഗത്തും ഭൂചലനം അനുഭവപ്പെട്ടു. തടിയൻവളപ്പ് ഭാഗത്തും ഇതേ അനുഭവമുണ്ടായി. രാത്രിയിൽ നമ്മൾ ഒരു ഇടി ആദ്യം മുട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സൗണ്ട് കേൾക്കുന്നില്ല, നമ്മൾ ഒരു ഭൂതൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ടിലാണ് നമുക്ക് അറിഞ്ഞു തന്നെ. ചുള്ളിക്കര കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്നും പുറത്തേക്കോടി. കരിന്തളം ഭാഗത്തും സമാന സാഹചര്യമുണ്ടായി. തഹസിൽദാർ സ്ഥലത്ത് പരിശോധന നടത്തി. അറബിക്കടലിൽ ലക്ഷദ്വീപിന് പടിഞ്ഞാറേക്കുണ്ടായ 3 ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനമാണ് മലയോര മേഖലയിലെ ഭൂചലനത്തിന് കാരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. 24 കാസർഗോഡ്. കാസർഗോഡ് മലയോര മേഖലയിലുണ്ടായ ഈ പ്രതിഭാസത്തിൽ വെള്ളരിക്കുണ്ട് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, വിശദമായ പഠനം നടത്തുമെന്ന് വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി 24നോട് പറഞ്ഞു. അരുൺ പാറയ്ക്കൽ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. എത്ര മണിക്കാണ് കൃത്യമായിട്ടുണ്ടായത്? 1:35 പുലർച്ചെ 1:35 കൂടിയാണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയായിരുന്നു സാറിൻ്റെ വീട് ഇവിടെ അല്ലേ? ഞാൻ സമീപവാസിയാണ്. അപ്പോൾ 1:35 മണിയോടെ വലിയ ഒരു ശബ്ദവും ചെറിയ തോതിലുള്ളൊരു കുലുക്കവുമാണ് അനുഭവപ്പെട്ടത്. ശബ്ദം ഒരു വലിയ വിമാനത്തിൻ്റെ ഇരമ്പൽ പോലെയുള്ള ഒരു ഉയർന്ന ശബ്ദമായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ശബ്ദം അനുഭവപ്പെട്ടതാണ് രാവിലെ. അന്നേരം തന്നെ ആളുകൾ വിളിക്കാൻ തുടങ്ങിയിരുന്നു, ഇങ്ങനൊരു ശബ്ദം കേട്ടു, എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് വളരെ ചെറിയൊരു ഭൂചലനമായിരിക്കാം എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് കൺട്രോൾ റൂമിലേക്ക് അന്നേരം തന്നെ അറിയിക്കുകയും ചെയ്തു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ജിയോളജി വകുപ്പൊക്കെ ആയിട്ട് ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മുഖേന ജിയോളജി വകുപ്പിന് നിർദ്ദേശം കൊടുക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ജിയോളജി വകുപ്പിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകും. ഇതിൻ്റെ ഒരു റിക്ടർ സ്കെയിലിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തീവ്രത കുറഞ്ഞ ഭൂചലനമായതുകൊണ്ടാണ് റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്താമെന്നാണ് മനസ്സിലാക്കുന്നത്. താരതമ്യേന തീവ്രത കുറഞ്ഞ ഒരു ചെറു ചലനമായിരുന്നു. ഈ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ച് ഇല്ല, അതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തമായ ധാരണകളില്ല. കഴിഞ്ഞ തവണ ഇവിടെ ഒരു ഭൂചലനം ഉണ്ടായ സമയത്ത് കർണാടകത്തിലെ ചില പ്രദേശങ്ങളിലായിരുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞത്. കർണാടക ഫോറസ്റ്റ് വന അതിർത്തി പ്രദേശങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ നമ്മുടെ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലാണ് അന്ന് ഭൂചലനം ഉണ്ടായിരുന്നത്. അത് കർണാടകത്തിലായിരുന്നു അതിൻ്റെ പ്രഭവ കേന്ദ്രം. ഇക്കാര്യത്തിൽ ഇതുവരെ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. ഈ അറബിക്കടലിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് സംഭവിച്ചത്? അത് വിദഗ്ധമായ ഒരു അഭിപ്രായം, എക്സ്പേർട്ടിൻ്റെ അഭിപ്രായം തേടേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ജിയോളജി വകുപ്പ് ഒരു പഠനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് നമുക്കൊപ്പം തഹസിൽദാർ മുരളി സാറാണ് ചേർന്നത്. അദ്ദേഹം പറഞ്ഞത് വിശദമായൊരു പഠനം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. ജിയോളജി വകുപ്പ് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രജീഷ് കരിവള്ളൂരൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.